വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനായി ഇപ്പോൾ യൂണിവേഴ്സിന് എന്ത് മെസ്സേജാണ് തരാനുള്ളതെന്ന് നോക്കാം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ വളരെ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ എനർജി വെച്ച് മാത്രം പറയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്തത് വിട്ടുകളയുക. സ്ക്രീനിൽ കാണുന്ന കാർഡുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. കൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ യൂണിവേഴ്സിനോട് ചോദിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതിന് യൂണിവേഴ്സ് യെസ് ഓർ നോ ആൻസർ തരുന്നതായിരിക്കും. കാർഡ് നമ്പർ 1 ചൂസ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള തത്രപ്പാടിലായിരിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പരിശ്രമങ്ങളും ഡെഡിക്കേഷനും ഒന്നും വെറുതെ ആവില്ല. നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് നിങ്ങളുടെ കുടുംബകാര്യങ്ങളാണെങ്കിലും ജോലി കാര്യങ്ങളാണെങ്കിലും ഡീൽ ചെയ്യുന്നത്. വേഗത്തിൽ പണമുണ്ടാക്കാനുള്ള പദ്ധതികളോ അപകടകരമായ നിക്ഷേപങ്ങളോ നിങ്ങൾക്ക് ഇപ്പോൾ ഗുണം ചെയ്യില്ല. പദ്ധതികൾ പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും കഴിവുള്ളവരാണ് നിങ്ങൾ. എന്താണോ നിങ്ങളുടെ ഗോൾ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിഷ്വലൈസ് ചെയ്യുന്നതായും അതിനായുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായും നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ സ്നേഹവും പിന്തുണയും തരാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടുന്നതാണ്. അതൊരു ഫ്രണ്ടോ ജീവിത പങ്കാളിയോ ആരുമാകാം. എന്നാൽ അത്തരമൊരു റിലേഷൻഷിപ്പിന് നിങ്ങൾ തയ്യാറാണോ എന്ന് നിങ്ങൾ സ്വയം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ജെമിനി, ലിബ്ര, അക്വേറിയസ്, അതുപോലെ തന്നെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ഈ സോഡിയാക് സൈനിലുള്ളവർക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് കൂടുതൽ മാച്ച് ആകുന്നതായിരിക്കും. ഈ കാർഡ് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിൻ്റെ ആൻസർ യെസ് എന്നാണ്. അടുത്തതായി കാർഡ് നമ്പർ 2 ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ നേരെ വരുന്ന എന്ത് വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മൈൻഡുമായിട്ടാണ് നിൽക്കുന്നത്. ധൈര്യവും ആത്മവിശ്വാസവും അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ലെവലൊക്കെ ഇപ്പോൾ വളരെ ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണാം. നിങ്ങളുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഉത്സാഹവും ആത്മവിശ്വാസമൊക്കെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് വരെ നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ സ്ട്രോങ് ആയ ഒരു വ്യക്തി കടന്നു വന്നിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ കടന്നു വരാൻ പോകുന്നു. നിങ്ങൾക്ക് എവിടുന്നോ കുറച്ചധികം ക്യാഷ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതായിട്ടും ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിന്തിക്കുന്നതായിട്ടൊക്കെ കാണുന്നു. നിങ്ങൾ കുറച്ചു കാലമായി ആരോഗ്യകരമായ ദിനചര്യ തുടരുന്നവരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ ഇപ്പോൾ അനുകൂലമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്നവർക്കും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കത്തിലെടുക്കാതെ വളരെയധികം ആലോചിച്ചും ശ്രദ്ധാപൂർവവും എടുക്കാനാണ് യൂണിവേഴ്സ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ജെമിനി, ലിബ്ര, അക്വേറിയസ്, ഏരീസ്, ലിയോ, സജിറ്റേറിയസ് ഈ സോഡിയാക് സൈനുകളിലുള്ളവർക്ക് ഈ പറഞ്ഞ മെസ്സേജ് കൂടുതൽ അവരുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നതാണ്. ഈ കാർഡ് ചൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് യൂണിവേഴ്സിൻ്റെ ആൻസർ യെസ് എന്നാണ്.